പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ആനന്ദരാത്രി ഈ കഥ കേൾക്കൂ. ആനന്ദ്, ഇന്ന് ശിവരാത്രിയാ, ക്ഷേത്രത്തിൽ പോകുന്നില്ലേ? അമ്മ മോനെ ഓർമ്മിപ്പിച്ചു. മഹാശിവരാത്രിയുടെ പ്രഭാതം, ഗ്രാമം മുഴുവൻ പഞ്ചാക്ഷര മന്ത്രങ്ങളുടെ ശാന്തത. ദൂരെയായി ക്ഷേത്ര മണിവാദം കേൾക്കുമ്പോൾ 15-കാരനായ ആനന്ദിൻ്റെ മനസ്സ് അസ്വസ്ഥതയാൽ നിറഞ്ഞിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട്, പഠനത്തിലെ സമ്മർദ്ദം, അച്ഛൻ്റെ അസുഖം എല്ലാം ചേർന്ന് അവൻ്റെ ഉള്ളിൽ തീയായിരുന്നു. എങ്കിലും അവൻ അമ്മയോടൊപ്പം ശുദ്ധിയോടെ അമ്പലത്തിലെത്തി. അവിടെ മഹാശിവരാത്രി ആഘോഷം, പൂക്കളാൽ അലങ്കരിച്ച ശിവലിംഗം, വിളക്കുകളുടെ പ്രകാശം, ഭക്തരുടെ നമശിവായ ജപം എല്ലാം ചേർന്ന് ദിവ്യമായൊരു അന്തരീക്ഷം. ക്ഷേത്രത്തിൽ ശിവപുരാണ പാരായണവും കുട്ടികൾക്കായി കഥ പറച്ചിലുമുണ്ടായിരുന്നു. പ്രപഞ്ചം നാശഭീഷണിയിലായപ്പോൾ ലോകത്തെ രക്ഷിക്കാൻ വിഷം കുടിച്ച് ഭഗവാൻ ശിവൻ നമ്മെ പരിപാലിച്ചു. അതാണ് മഹാശിവരാത്രിയുടെ മഹത്വം. വിഷം കഴിച്ചെങ്കിലും അതിൻ്റെ ദോഷം പകരാൻ അനുവദിക്കാതെ കഴുത്തിൽ തടഞ്ഞു നിർത്തുകയായിരുന്നു. അതുകൊണ്ടാണ് മഹാദേവൻ നീലകണ്ഠനായത്. ആനന്ദ് അത് കേട്ടപ്പോൾ ചിന്തിച്ചു, ശിവൻ ലോകത്തിൻ്റെ വിഷമേറ്റെടുത്തു. അതിനു മുന്നിൽ എനിക്കുള്ള ഈ ചെറിയ വിഷമമൊക്കെ എന്ത്? അവൻ്റെ മനസ്സിൽ വെളിച്ചം തെളിഞ്ഞു. പ്രശ്നങ്ങളില്ലാതാകില്ല, പക്ഷേ അവയെ നേരിടാനുള്ള ധൈര്യമുണ്ടാകണം. രാത്രിയോടെ ക്ഷേത്രത്തിൽ ഭജന തുടങ്ങി. ഭക്തർ ഉപവാസമനുഷ്ഠിച്ച് ദീപം തെളിച്ച് പ്രാർത്ഥനകൾ അർപ്പിച്ചു. ആനന്ദും കണ്ണടച്ച് പ്രാർത്ഥിച്ചു, മഹാദേവ, എൻ്റെ പ്രശ്നങ്ങൾ നേരിടാനുള്ള ശക്തി തരണേ. ആ രാത്രി അവൻ്റെ മനസ്സിൽ വലിയ മാറ്റം സംഭവിച്ചു. വീട്ടിലെത്തി അവൻ അച്ഛനോട് പറഞ്ഞു, ഞാൻ കൂടി ചെറിയ ജോലി നോക്കാം, പഠനവും ശ്രദ്ധിക്കാം. നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ എല്ലാം തരണം ചെയ്യാം. മഹാശിവരാത്രി ആനന്ദിന് ഒരാഘോഷമായിരുന്നില്ല, അത് അവൻ്റെ ജീവിതത്തിൽ വെളിച്ചം തെളിച്ചൊരു നിമിഷമായിരുന്നു. ഇരുട്ടിനുമേൽ വെളിച്ചം ജയിച്ച ദിനം, വിഷമങ്ങളുടെ മേൽ വിശ്വാസം ജയിച്ച ദിവസം. ആ ദിവസത്തിന് ശേഷം ആനന്ദ് എല്ലാ വർഷവും മഹാശിവരാത്രി ദിനത്തിൽ ദീപം തെളിക്കുമ്പോൾ ഓർക്കും, ശിവൻ വിഷം കുടിച്ച് ലോകത്തെ രക്ഷിച്ചു. ഞാൻ എൻ്റെ വിഷമങ്ങളെ ധൈര്യത്തോടെ നേരിട്ട് സ്വയം രക്ഷ നേടും, മറ്റുള്ളവരെ രക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ മഹാശിവരാത്രി ഗ്രാമത്തിനും ആനന്ദിനും ഒരേ സന്ദേശം നൽകി. തിന്മയുടെ മേൽ നന്മയുടെ വിജയം, ഇരുട്ടിനുമേൽ വെളിച്ചത്തിൻ്റെ വിജയം, പ്രതികൂല സാഹചര്യത്തിൽ കാരുണ്യത്തിൻ്റെ വിജയം.